നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? അറിയാം, ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വേണ്ട വേണ്ട, ഇവനെ വിട്ടുകളി. വ്യവസായത്തെ പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ചു വേറൊന്നും അറിയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും യുപിയുടെ മുഖ്യമന്ത്രിയായിട്ടും. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. അതുകൊണ്ട് അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? ഒരു കച്ചവടക്കാരനാകുമ്പോ എല്ലാവരായിട്ടും ബന്ധം വേണമല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ ഒരു പരിപാടി നടത്തും? അല്ല, ഞാൻ പോയി പ്രതിപക്ഷം ബഹിഷ്കരിച്ച്, ഇത് ഡെമോക്രസി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറുചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അവകാശമില്ലേ? ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറിയില്ല. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ലക്നൗ മാളിലേക്ക് ശ്രീ MA യൂസഫലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ഇത് കുറച്ച് മീഡിയ അവർക്ക് വിഷയം വേണ്ട. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് പറയട്ടെ, അത് പറയുന്നത് എന്താ ഉറക്കം വരുന്നു. ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതാ. ഇതൊരു ലിമിറ്റ് വിട്ടു പോകുന്നു. അപ്പൊ അവരത് വളരെയധികം പ്രസിദ്ധം, അതിന് വലിയൊരു ഇത് കൊടുക്കുന്നു, അഡ്വർടൈസ്മെന്റ് മാതിരി ഇങ്ങനെ. പക്ഷെ നമ്മൾക്ക് ലാഭമാണ്, കാരണം ഫ്രീ ആയിട്ട് അഡ്വർടൈസ് കിട്ടിയല്ലേ ലോകം മുഴുവൻ.